യാത്രകളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല അല്ലേ? എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അത്തരത്തിൽ സഞ്ചാരികൾ ഓടിയെത്തുന്ന ഒരു സ്പെഷ്യൽ വനത്തെക്കുറിച്ച് സംസാരിച്ചാലോ? നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിവായി ഒറ്റയ്ക്കോ കൂട്ടമായോ ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ചിലർ മദ്യപാനം, പുകവലി എന്നിവ ലഹരിയാക്കുമ്പോൾ മറ്റു ചിലർക്ക് യാത്രകളാണ് ലഹരി. കണ്ണഞ്ചിപ്പിക്കുന്ന മായാ കാഴ്ചകളുടെ സൗന്ദര്യം തേടി അവർ പൊയ്ക്കൊണ്ടേയിരിക്കും. ചിലർക്ക് കുന്നും പുഴയും പൂക്കളും ഒക്കെ ഉള്ളിടത്തേക്ക് യാത്ര പോകാനായിരിക്കും ഇഷ്ടം. മറ്റു ചിലർക്കാകട്ടെ പ്രിയം സാഹസിക യാത്രകളോടായിരിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം നേർ വിപരീതമായ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും കുറവല്ല. അവർക്കിഷ്ടം ആരും കടന്നു ചെല്ലാത്തതും അപകടം പിടിച്ചതുമായ ഇടങ്ങൾ തിരക്ക് പിടിച്ചു പോകുവാനായിരിക്കും. അങ്ങനെ എന്ത് തരത്തിലുള്ള യാത്രകളാണെങ്കിലും യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. വ്യത്യസ്തമാർന്നതും വൈവിധ്യമാർന്നതും അമ്പരപ്പിക്കുന്നതുമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ ലോകം. മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്നത് മുതൽ മനുഷ്യ സാമീപ്യം ഏൽക്കാതെ കിടക്കുന്നതുമായ ഒട്ടനവധി സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവയെല്ലാം കണ്ടു തീർക്കാൻ പറ്റുക എന്നത് അസാധ്യമാണ്. നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ച് പുറമേ ശാന്തമായി പുഞ്ചിരിക്കുന്ന പ്രകൃതിയെയും അതിൻ്റെ സൗന്ദര്യത്തെയും ഒക്കെ ഒരു അമ്പരപ്പോടില്ലാതെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിനെ കവർന്നെടുക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ. അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ ഈ ലോകം. ചില പ്രദേശങ്ങൾ അതിൻ്റെ മനോഹാരിത കൊണ്ടായിരിക്കും സഞ്ചാരികളെ മാടി വിളിക്കുന്നത്. എന്നാൽ ചിലരുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയോ ചരിത്ര പ്രാധാന്യമോ ഒക്കെ കൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും സഞ്ചാരികളെ അങ്ങോട്ട് ആനയിക്കും. എന്നാൽ ഒന്നോർത്ത് നോക്കിയാൽ ഇതിനൊരു മറുവശമുണ്ടാകും. നിഗൂഢതകളും പേടിയും മാത്രം അവശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അത്തരത്തിൽ സഞ്ചാരികൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറയുന്ന ഒരിടമാണ് ജപ്പാനിലെ ഫുജി പർവ്വതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഓങ്കിഹാര. മരങ്ങളുടെ കടൽ എന്നാണ് ഓങ്കിഹാരയുടെ ജാപ്പനീസ് പദത്തിന് അർത്ഥം. പേര് പോലെ തന്നെ കൂറ്റൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഭീതി നിറയ്ക്കുന്ന കനത്ത ഇരുട്ട് നിറഞ്ഞ ഒരു ഘോര വനമാണ് ഓങ്കിഹാര. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ ഫുജി പർവ്വതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 864 ഫുജി പർവ്വതം പൊട്ടിത്തെറിച്ചൊഴുകിയ ലാവ തണുത്തുറഞ്ഞ 30 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് പിന്നീട് മരങ്ങൾ മുളച്ചു പൊങ്ങി കൊടും കാടായി തീർന്നത്. ജപ്പാനിലെ ഫുജി അഗ്നിപർവ്വതത്തിൻ്റെ ഭ്രാന്ത പ്രദേശത്താണ് 7680 ഏക്കർ വിസ്തീർണമുള്ള ഈ കൊടും വനം. ഇതറിയപ്പെടുന്നത് സൂയിസൈഡ് ഫോറസ്റ്റ് അഥവാ ആത്മഹത്യാ വനം എന്ന പേരിലാണ്. ആകാശം മുട്ടെ തിങ്ങി ഞെരുങ്ങി ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. ഇരുട്ടിൻ്റെ കവാടം ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാണെന്ന് തോന്നും. മരങ്ങളുടെ ചുവട്ടിൽ തകർന്ന തലയോടുകൾ, ശിഖരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന അസ്ഥിക്കൂടങ്ങൾ. മുന്നോട്ട് പോകുന്തോറും ആ കറുത്ത വനത്തിൽ പുഴുവരിച്ച് വികൃതമായി കിടക്കുന്ന മൃതശരീരങ്ങൾ. ഒന്നോ രണ്ടോ അല്ല, 100 കണക്കിന് ശവശരീരങ്ങളാണ് ഈ കറുത്ത കാട്ടിലുള്ളത്. ഓരോ വർഷവും ഇവിടെ കാണാതാവുന്നത് 100 കണക്കിന് ആളുകളെയാണ്. ജപ്പാൻകാർ മാത്രമല്ല, മറ്റ് രാജ്യക്കാരെയും ഇവിടെ നിന്ന് കാണാതാകുന്നുണ്ട്. കാണാതാവുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഒരു വർഷത്തിൽ 100ഓളം പേരിവിടെ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. വർഷം തോറും നിരവധി മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഈ വനത്തിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. തൂങ്ങി മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ കാലുകൾ നിലത്ത് മുട്ടി നിന്ന നിലയിലാണ് കാണപ്പെടുക എന്നത് ആരെയും ഞെട്ടിക്കുന്നതാണ്. ജാപ്പനീസ് മിത്തുകൾ പ്രകാരം മരിച്ചവരുടെ ആത്മാക്കളെ യാരി എന്നാണ് പറയപ്പെടുക. ഇവ ഈ കാട്ടിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നാണ് വിശ്വാസം. കാടിനുള്ളിൽ യാത്ര ചെയ്യുന്ന പലരും അസാധാരണമായ രൂപങ്ങളും കാത് തുളച്ചു കയറുന്ന നിലവിളികളും കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, വടക്ക് നോക്കി യന്ത്രങ്ങൾ തെറ്റായ ദിശ കാണിക്കുന്ന ഒരിടം കൂടിയാണ് ഓങ്കിഹാര. ലാവ തണുത്തുറഞ്ഞ പാറകളിൽ ഇരുമ്പിൻ്റെ അംശമുള്ളതാണ് ഇതിന് കാരണം. എന്നാൽ അല്പം ഉയരത്തിൽ വെച്ചാൽ കോമ്പസുകൾ ശരിയായി തന്നെ പ്രവർത്തിക്കും. ശൈത്യകാലത്ത് ഐസ് നിറയുന്ന നിരവധി ഗുഹകളുള്ള ഓങ്കിഹാരയുടെ പടിഞ്ഞാറേ അറ്റം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്.
പരന്നൊഴുകി ഉറഞ്ഞ ലാവ ശബ്ദത്തെ ആഗിരണം ചെയ്യുന്നതിനാൽ ഇവിടം പൊതുവെ ശബ്ദമുഖരിതമല്ല എന്നതും ശാന്തത ആഗ്രഹിക്കുന്ന സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കാടിന്റെ ഭൂമിയിൽ കൂടുതലും ലാവ ഉയർന്ന പാറകളാണ്. 9-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഫുജി പർവ്വതം പൊട്ടിത്തെറിച്ച് ഈ വനം നശിപ്പിക്കപ്പെട്ടിരുന്നു. അടുത്ത 12 നൂറ്റാണ്ടുകളിൽ മരങ്ങളും സസ്യങ്ങളും തിരിച്ചെത്തി. പലയിടങ്ങളിലായി പരന്നൊഴുകിയ ലാവയാകട്ടെ വ്യത്യസ്ത ഭൂരൂപങ്ങളായി അവിടെ തന്നെ അവശേഷിച്ചു. ഇടതൂർന്നതിനാൽ വനത്തിനുള്ളിൽ എത്തുന്ന സഞ്ചാരികൾ വഴിതെറ്റിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രക്കിംഗ് നടത്തുന്ന കാൽനട യാത്രക്കാരും വിനോദസഞ്ചാരികളും പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് അവരുടെ വഴി അടയാളപ്പെടുത്താൻ തുടങ്ങിയതിൻ്റെ അടയാളങ്ങൾ വഴിനീളെ കാണാൻ കഴിയും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ നരുസാവ ഐസ് കേവ്, ഫുഗാവു വിൻ കേവ്, സായ്ബാറ്റ് കേവ് എന്നിവയിലേക്ക് നയിക്കുന്ന വഴികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫുജി പർവ്വതത്തിനടുത്തുള്ള പ്രശസ്തമായ വലിയ ലാവാ ഗുഹകളാണ് ഇവ മൂന്നും. നരുസാവ ഐസ് കേവ്, ഫുഗാവു വിൻ കേവ് എന്നിവയാണ് സഞ്ചാരികൾക്കിടയിൽ ഏറ്റവും പ്രശസ്തം. വേനൽക്കാലത്ത് ഈ ഗുഹകളുടെ ഉൾവശങ്ങളും തണുത്തിരിക്കും. ഗുഹകളുടെ മേൽത്തട്ടിൽ എപ്പോഴും ഐസ് കണങ്ങൾ തങ്ങി നിൽക്കും. ഫുഗാവു വിൻ കേവിനുള്ളിലുള്ള ബസാൾട്ട് നിറഞ്ഞ ചുവരിൽ ശബ്ദവീചികൾ തൽക്ഷണം ആഗിരണം ചെയ്യപ്പെടുന്നതിനാൽ ഇവിടെ സാധാരണ ഗുഹകൾക്കുള്ളിൽ ഉണ്ടാകുന്നത് പോലെ പ്രതിധ്വനി കേൾക്കാനാകില്ല. ഇതിനുള്ളിൽ പണ്ട് ലാവ നിറഞ്ഞ ഒരു കുളവും ഉണ്ട്. 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഈ ഗുഹകൾ വിവിധ ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിച്ചിരുന്നത്. വിൻകേവിനെ നാച്ചുറൽ റെഫ്രിജറേറ്റർ എന്നാണ് വിളിക്കുന്നത് തന്നെ. പട്ടനൂൽ പുഴുക്കളുടെ മുട്ടകൾ സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോർ റൂമായി ഇവിടം ഉപയോഗിച്ചിരുന്നു. ഐസ് കേവിനുള്ളിലെ ഐസ് ക്യൂബുകളാവട്ടെ ഈഡോ യുഗത്തിൽ പ്രാദേശിക പ്രഭുക്കന്മാർക്ക് കാഴ്ചവെച്ചിരുന്ന വസ്തുക്കളിലൊന്നും. വിവിധ ഇനം വവ്വാലുകൾ വസിക്കുന്ന സായ്ബാറ്റ് കേവും ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. ഈ 3 ഗുഹകളും 1929 ജപ്പാനിലെ പ്രകൃതി സ്മാരകങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 1956 മുതൽ ജപ്പാൻ ഗ്രൗണ്ട് ഡിഫൻസ് ഫോഴ്സ് ഈ വനത്തിനുള്ളിലാണ് നാവിഗേഷൻ പരിശീലനം ഉൾപ്പെടെയുള്ള തങ്ങളുടെ വിവിധ റേഞ്ചർ കോഴ്സുകൾ നടത്തി വരുന്നത്. ഈ വനത്തിലെ ആത്മഹത്യകളെക്കുറിച്ച് അന്വേഷിക്കാനും ആത്മഹത്യയ്ക്ക് എത്തുന്നവരെ തടയാനുമായി രൂപീകരിച്ച പ്രിവെൻഷൻ സേനയിലെ പോലീസുകാരൻ തന്നെ രാത്രി ടെന്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസുകാർ പറയുന്നത്. ഓങ്കിഹാരയുടെ പുറം ഭാഗങ്ങളിൽ പക്ഷികളെയോ മൃഗങ്ങളെയോ കാണാൻ കഴിയുന്നത് വളരെ അപൂർവമാണ്. ഉൾക്കാട്ടിലേക്ക് പോകുന്തോറും നിശബ്ദ ഭീകരതയുടെ തീവ്രത കൂടും. ഉൾക്കാട്ടിലാകട്ടെ മൃഗങ്ങൾ കൊന്നു തിന്ന നിലയിൽ മനുഷ്യരുടെ ശരീരാവശിഷ്ടങ്ങൾ പലയിടത്തും കാണാം. ജപ്പാന്റെ പുരാണ പഠനമനുസരിച്ച് ഓങ്കിഹാര അറിയപ്പെടുന്നത് പ്രേതങ്ങളുടെ വനമെന്നാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ജപ്പാനിൽ നിലനിന്നിരുന്ന ഉബാസുട്ടെ ആചാരമനുസരിച്ച് പ്രായമായവരെയും രോഗബാധിതരായവരെയും ബന്ധുക്കൾ ഈ വനത്തിൽ ഉപേക്ഷിച്ചിരുന്നു. ഇത്തരമൊരു ചരിത്രം ഓങ്കിഹാരയ്ക്കുണ്ടെങ്കിലും ഇന്ന് വനത്തിലെത്തി ആത്മഹത്യ ചെയ്യുന്നവരിലേറെയും പ്രായാധിക്യമോ രോഗങ്ങളോ തളർത്തുന്നവരല്ല, മറിച്ച് യുവാക്കളോ മധ്യവയസ്കരോ ഒക്കെയാണ്. ആത്മഹത്യാ വനത്തിന്റെ ദുരൂഹതയും അതുതന്നെ. ഗവേഷകർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. ജപ്പാൻ എന്ന രാജ്യത്തിന് ആത്മഹത്യയുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. സെപ്പക്കു, ഹരാഗിരി പോലുള്ള പാരമ്പര്യ ആത്മഹത്യാ രീതികൾ ജപ്പാനിലെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. തന്നെയുമല്ല, നിലവിൽ ആത്മഹത്യാ നിരക്കിൽ ജപ്പാൻ ലോകത്ത് മുൻപന്തിയിലുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓങ്കിഹാരയുടെ രഹസ്യം ഇനിയും ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യാൻ കിടക്കുന്നതേയുള്ളൂ. പൈൻ മരങ്ങളും വെള്ള ദേവദാരു മരങ്ങളും ബോക്സ്വുഡ് മരങ്ങളും നിറഞ്ഞ ഈ വനത്തിൽ വഴിതെറ്റാൻ വളരെ എളുപ്പമാണെന്ന് സ്മിത്സോനിയൻ മാഗസിൻ കോളമിസ്റ്റായ ഫ്രാൻസ് ലിറ്റ്സ് വിശദീകരിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ വഴിതെറ്റി പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണോ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിനും കൃത്യമായൊരു മറുപടിയില്ല. നിരവധി സിനിമകളിലും നോവലുകളിലും വീഡിയോ ഗെയിമുകളിലുമൊക്കെ ഓങ്കിഹാര വനം പശ്ചാത്തലമായിട്ടുണ്ട്. 2015 പുറത്തിറങ്ങിയ ദ സീ ഓഫ് ട്രീസ്, 2016 ഹൊറർ ചിത്രമായ ദ ഫോറസ്റ്റ് എന്നിവയിൽ വനം വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പ്രേതവനമായ ഓങ്കിഹാരയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.